വിശദമായി നോക്കാം. കന്യാസ്ത്രീകളുടെ അറസ്റ്റിലെ കേസ് ഡയറി ബിലാസ്പൂർ NIA കോടതിയിൽ ഹാജരാക്കി. ജാമ്യാപേക്ഷയിൽ വാദം ആരംഭിച്ചു. സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ഇന്ന് ഇപ്പോൾ കന്യാസ്ത്രീകൾ NIA കോടതിയെ സമീപിച്ചത്. കോടതി അപേക്ഷ പരിഗണിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് എത്രയും പെട്ടെന്ന് കേസ് ഡയറി ഹാജരാക്കാനായിരുന്നു. കേസ് ഡയറി പരിശോധിച്ച ശേഷമാകാം തീരുമാനമെന്നായിരുന്നു NIA കോടതിയുടെ നിലപാട്. ഇപ്പോൾ വാദം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. PR അരവിന്ദ് ഛത്തീസ്ഗഡിൽ നിന്ന് വിവരങ്ങൾ നൽകും. അരവിന്ദ്, അവിടെ ജാമ്യാപേക്ഷയിൽ വാദം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് കോടതി നടപടികൾ, എങ്ങനെയാണ് വാദം പുരോഗമിക്കുന്നത്? കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കേസ് ഡയറി ഇപ്പോൾ ബിലാസ്പൂരിലെ NIA കോടതിയിൽ ഇപ്പോൾ ഹാജരാക്കിയിരിക്കുകയാണ്. കേസിന്റെ ഇതുമായി ബന്ധപ്പെട്ട വാദം ഉടൻ ആരംഭിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. നിലവിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ദുർഗിലാണ്. ദുർഗിൽ ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് MP, അതുപോലെ തന്നെ സന്തോഷ് കുമാർ MP അടക്കം, ജോസ് കെ മാണി അടക്കമുള്ളവർ ഈ ജോൺ ബ്രിട്ട ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഇവിടുത്തെ ദുർഗിലെ സെന്റ് വിൻസെന്റ് ഡി പോൾ ചർച്ചിൽ സന്ദർശിക്കുകയാണ്. അവരുടെ പ്രതികരണം നമുക്കിപ്പോൾ തേടാം. ഇവിടെയുള്ള സിസ്റ്റർമാരെ, മലയാളി സിസ്റ്റർമാരും അതുപോലെ തന്നെ മറ്റുള്ളവരടക്കമുള്ളവർ ഇവിടെ ഉണ്ട്. അവരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇവിടുത്തെ സാഹചര്യങ്ങളടക്കം ഇവർ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. കേസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, കേസിൽ നമുക്കറിയാം ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് NIA കോടതിയിൽ ഇത്തരത്തിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നത്. പിന്നീട് ഉടൻ തന്നെ കോടതി കേസുമായി ബന്ധപ്പെട്ട കേസ് ഡയറി ഹാജരാക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്തായാലും ഇത് ആവശ്യപ്പെട്ട് അതിനനുസരിച്ച് കേസ് ഡയറി ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി. വാദം ഉടൻ തന്നെ ആരംഭിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തുവരും. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ജോൺ ബ്രിട്ടാസ് MP ഇവിടുത്തെ ചർച്ചിൽ സന്ദർശനം നടത്തിയിരിക്കുകയാണ്. മലയാളി കന്യാസ്ത്രീമാരാണ്. അത് അവരുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം നമുക്കറിയാം ഛത്തീസ്ഗഡിലടക്കം ക്രൈസ്തവർ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ നേരിടുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 2 കന്യാസ്ത്രീകൾ ഇത്തരത്തിൽ നിർബന്ധിത പദപരിവർത്തനവും അതുപോലെ തന്നെ മനുഷ്യക്കടത്തും ആരോപിച്ചുകൊണ്ട് അറസ്റ്റിലായത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നേരത്തെ മുൻപും ഇത്തരത്തിലുള്ള നിരവധി കേസുകളും അതുപോലെ തന്നെ ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. എന്തായാലും ഇവരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കന്യാസ്ത്രീയുടെ കുടുംബമുള്ളത്. കാരണം അന്ന് NIA കോടതിയിൽ ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം കേസ് ഡയറി അടക്കം ഇപ്പോൾ കോടതിയിൽ എത്തിയിട്ടുണ്ട്. വാദം ആരംഭിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഉടൻ തന്നെ, കാരണം അമിത്ഷാ അടക്കം കഴിഞ്ഞ ദിവസം UDF MP മാർക്ക് ഉറപ്പ് നൽകിയിരുന്നു കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്നും ഛത്തീസ്ഗഡ് സർക്കാർ ഇത്തരത്തിൽ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്നതായിരുന്നു വ്യക്തമാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് വലിയ രീതിയിലുള്ള കൂടിയാലോചനകൾ ഇന്ന് രാവിലെയും നടത്തിയിരുന്നു. ആദ്യം ഹൈക്കോടതിയിലേക്ക് ജാമ്യാപേക്ഷയുമായി പോകുമെന്നതായിരുന്നു ഒരു ആദ്യ തീരുമാനമുണ്ടായിരുന്നു. പക്ഷേ അമിത്ഷായുടെ അടക്കം ഉറപ്പ് ലഭിച്ചൊരു സാഹചര്യത്തിൽ കൂടിയാലോചനകൾ നടക്കുകയും NIA കോടതിയിലേക്ക് പോകുവാൻ തീരുമാനിക്കുകയും ചെയ്തു. കാരണം ഇന്നും നാളെയും NIA കോടതി പ്രവർത്തിക്കുന്നുണ്ട്. ഹൈക്കോടതിയിലേക്ക് പോയാൽ ഒരുപക്ഷേ ജാമ്യവും അതുപോലെ തന്നെ ജാമ്യം ലഭിക്കുന്ന ഒരു സമയവും വൈകുവാനുള്ള സാഹചര്യം നിലനിന്നിരുന്നു. എന്തായാലും NIA കോടതിയുടെ തീരുമാനം എന്താകും എന്നതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം സെഷൻസ് കോടതി അടക്കം NIA കോടതിയുടെ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരുന്നു. കാരണം സെഷൻസ് കോടതിയുടെ പരിധിയിൽ വരുന്ന വിഷയമല്ലെന്നും NIA കോടതിയാണിത് പരിഗണിക്കേണ്ടതെന്നുമായിരുന്നു സെഷൻസ് കോടതി വ്യക്തമാക്കിയത്. അന്ന് ഹർജി പരിഗണിക്കാൻ പോലും സെഷൻസ് കോടതി തയ്യാറായിരുന്നില്ല. എന്തായാലും NIA കോടതി ഇപ്പോൾ കേസ് ഡയറി പരിശോധിച്ചു വരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് NIAയുടെ പരിധിയിൽ വരുന്നതാണോ, അങ്ങനെയാണെങ്കിൽ ജാമ്യം നൽകാൻ പറ്റുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ആ കോടതി പരിശോധിക്കും. ഒരുപക്ഷെ ഈ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ അതിനെതിരെ സെഷൻസ് കോടതിയിലോ ഹൈക്കോടതിയിലോ സമീപിക്കുവാൻ തന്നെ കന്യാസ്ത്രീയുടെ കുടുംബങ്ങളും അതുപോലെ തന്നെ സഭാ നേതൃത്വവും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ NIA കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ദിവ്യ.